ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളെ ഒരു ചെറിയ ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നല്ലേ, കൊൽക്കത്തയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ പിള്ളേർക്ക് 1 മന്ത് സമ്മർ വെക്കേഷനാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഓക്കെ ഇവരെ ഒന്ന് കൊണ്ടേ കറക്കിയിട്ടൊക്കെ വരാം എന്നങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്ന് അമ്മയും വിളിച്ചു വരുത്തി NJP റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. ന്യൂ ജൽപായ്ഗുരി ജംഗ്ഷൻ, അതായത് വെസ്റ്റ് ബംഗാളിലാണ് ഇതുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞങ്ങൾ എന്താണ് വെസ്റ്റ് ബംഗാളിൽ ഞങ്ങളുടെ പരിപാടി എന്ന്? ഓക്കെ, ഞാൻ അതൊക്കെ പറയാനായിട്ട് ഒരു ദിവസം ഒരു വ്ളോഗ് വരുന്നതായിരിക്കും. കാരണം അത്ര പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റിയ ഒരു ജോബല്ല നമ്മുടെ. എല്ലാം ഞാൻ വിശദമായി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. ട്രെയിനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ 2 മഹാറാണികളും കൂടെ കറങ്ങി അവിടെ ഐസ്ക്രീം കണ്ടു. അപ്പോൾ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾക്ക് ഐസ്ക്രീം വേണമെന്ന്. ഓക്കെ, നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ ഓർത്തെങ്കിൽ ഐസ്ക്രീം വാങ്ങാമെന്ന്. ഐസ്ക്രീമൊക്കെ കഴിച്ച് എല്ലാവരും നല്ല എൻജോയ് ഒക്കെ ചെയ്തിരിക്കുകയാണ്. കാരണം ഒത്തിരി നാളായി പുറത്തിറങ്ങിയിട്ട്. അങ്ങനെ ഞങ്ങൾ എൻജോയ് ഒക്കെ ചെയ്ത് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ട്രെയിൻ വരുന്നു പുറകിൽ നിന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ചാടി കയറിയിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. കാരണം 2-3 മിനിറ്റ് ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയ ആൾക്കാരുണ്ടായിരുന്നില്ല. കാരണം പിള്ളേരെ നോക്കണം, ലഗേജ് എടുക്കണം. ഭയങ്കര ഒരു കഷ്ടം തന്നെ. എന്നിട്ട് ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ വേഗം കിടന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി. അങ്ങനെ പിന്നെ രാവിലെ 5:30 ആകുമ്പോൾ എത്തും. പിന്നെ നമുക്ക് കറങ്ങാൻ പോകണം, ഫുൾ ഡേ കറങ്ങണം. അതുകൊണ്ട് ഞങ്ങൾ വേഗം കിടന്ന് റെസ്റ്റ് എടുക്കണമല്ലോ. അങ്ങനെ 5:30 എന്ന് പറഞ്ഞ ട്രെയിൻ എത്തിയിരിക്കുന്നത് 7:30 ആയപ്പോഴാണ്. കാരണം ട്രെയിൻ ലേറ്റായി. അങ്ങനെ നമ്മൾ സേലഡ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. എന്നിട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഒരു ടാക്സിയോ ടോട്ടോയോ വല്ലതും നോക്കുകയാണ്. നമുക്ക് പോകണ്ടേ അവിടെ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് റൂമൊക്കെ ബുക്ക് ചെയ്തു. ആ റൂമിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം അവൾ ഗൂഗിൾ മാപ്പൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നോക്കിയപ്പം ഇവിടുന്ന് ഒരു 5 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓക്കെ നമുക്ക് ടോട്ടോയിൽ പോവുകയാണെങ്കിൽ എല്ലാം കണ്ടൊക്കെ പോകാമല്ലോ എന്നോർത്ത് ഞങ്ങളത് ടോട്ടോയിലാണൊക്കെ പോകുന്നത്. പുറകിലിരിക്കാൻ എല്ലാവർക്കും പുറകെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മുമ്പിലാണ് ഇരുന്നത്. അതപ്പോൾ എല്ലാം സമാധാനമായിട്ട് എല്ലാവർക്കും ഇരിക്കാമല്ലോ എന്നോർത്തിട്ട് അങ്ങനെ ടോട്ടോയിൽ പോയിക്കൊണ്ടൊക്കെ ഇരിക്കുക. അപ്പം എൻ്റെ ഫ്രണ്ട് ബുക്ക് ചെയ്തത് സേവാ കേന്ദ്ര എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണിത്. ഇവിടെ നമുക്ക് എവിടുന്ന് വരുന്ന ആൾക്കാർക്കും ഏത് സ്റ്റേറ്റിൽ വരുന്ന ആൾക്കാർക്കും നമുക്ക് താമസിക്കാൻ അതർ കൺട്രീസ് ആയാലും നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. കാരണം നമുക്ക് ഏത് രീതിയിലുള്ള ഫുഡും ഏത് രീതിയിലുള്ള റൂമും ഇവിടെ അവൈലബിളാണ്. പിന്നെ നമുക്കുള്ളത് നമ്മുടെ റൂം. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. അങ്ങനെ 2 മഹാറാണികളും കൂടി ഇരുന്ന് കഴിക്കുകയാണ് ഇവിടെ ഇരുന്ന്. ഞങ്ങളും ഇരുന്ന് ഫ്രഷായിട്ടൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ അമ്മ ഫ്രഷാവും പോയി. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ ആദ്യം പോകുന്നത് മദർ ഹോമിലേക്കാണ്, മദർ തെരേസമ്മയുടെ ഹോമിൽ. അങ്ങനെ ഞങ്ങൾ മദർ തെരേസമ്മയുടെ ഹോമിൽ പോകണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. അപ്പോൾ അവിടെ കുറേ കൊന്തയൊക്കെ വയ്ക്കുന്ന കൊന്തയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. കൊന്തയൊക്കെ ഒത്തിരി ഉണ്ട്, ഈശോയുടെ രൂപങ്ങളും എല്ലാം ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞങ്ങളോർത്ത് തിരിച്ച് മദർ ഹോമിൽ പോയിട്ട് വരുമ്പോൾ വാങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ മദർ തെരേസമ്മയുടെ ഖബറടുത്തെങ്കിൽ എത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഒരു ബോക്സൊക്കെ ഉണ്ട്, അതിനകത്ത് നമുക്ക് പ്രാർത്ഥനയൊക്കെ എഴുതിയിടാം. ഇവിടെ മദർ തെരേസമ്മയുടെ റൂമും മ്യൂസിയമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഫോൺ അലൗഡ് അല്ല. ഇനി ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.